ഹലോ ഷാലോം, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ 3-ാം ദിനത്തിലേക്ക് സുസ്വാഗതം. മുൻപോട്ട് പോകാൻ പറ്റുമോ എനിക്ക് എന്ന് പകച്ചു നിൽക്കുമ്പോൾ ശക്തമായൊരു പിന്തുണ ലഭിച്ചാൽ എത്ര ആശ്വാസമായിരിക്കും അല്ലേ. 127 റൺസുമായി ഇന്ത്യയെ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച ജെമീമ റോഡ്രിഗ്സിനെ ഓർമ്മയില്ലേ? മാച്ച് വിജയിച്ചതിന് ശേഷം അവർ കടന്നുപോയ കഠിനമായ മാനസികാവസ്ഥയെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ ദൈവികമായ ഇടപെടലിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവളുടെ ഈ ജേണിയിൽ നിരന്തരം കോൺഫിഡൻസ് കൊടുത്ത സുഹൃത്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. നിനക്ക് കഴിയും ജെമി, മുൻപോട്ട് പോയെന്ന് പറഞ്ഞു കൂടെ നിന്ന അരുന്ധതി റെഡ്ഡി, സ്മൃതി മന്ദന, രാധ യാദവ് എന്നിവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ജെമിമയുടെ കണ്ണുകൾ നിറയുന്നത് നമ്മൾ ടി വിയിലൂടെയും മറ്റും കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചില സമയങ്ങളിൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ചുറ്റുമുള്ള മറ്റാരെങ്കിലും ഒന്ന് പറഞ്ഞു തരേണ്ടതായി വരാറുണ്ട്. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞോ, യു വിൽ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞോ, തംസപ്പ് കാണിച്ചോ, പറഞ്ഞും കരഞ്ഞും തീരും വരെ കൂടെ ഇരുന്ന് നമ്മളെ കേട്ടോ നമുക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ള ആ സുഹൃത്തിന് എഴുതിയാലോ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ. നിരന്തരമായി ലഭിച്ച പിന്തുണ കൊണ്ട് ഏത് കാര്യത്തിലാണ് നമുക്ക് കോൺഫിഡൻസ് ലഭിച്ചതെന്നും ഈ കോൺഫിഡൻസ് നമ്മളെ എങ്ങനെ വളർത്തി, ഈ കോൺഫിഡൻസ് തന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വന്തമാക്കാവുന്ന നല്ല മൂല്യം എന്നിവയും എഴുതി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ച് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ നമുക്ക് പൂർത്തിയാക്കാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകിയ ആ വ്യക്തിക്ക് തന്നെ ഇന്ന് ഈ മെസ്സേജ് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.